ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിബഡി. എൻ്റെ പേര് രഞ്ജിത്ത് കുമാർ. ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കാർത്തികപ്പള്ളിയിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് മോഡ്യൂൾ അത് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. എൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഡയോഡാണ്. അപ്പോൾ നിങ്ങൾ ഐ തിങ്ക് യു ആർ അവെയർ ഓഫ് റെസിസ്റ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഓൾ ദോസ് തിങ്സ്. അത് ഈ കോഴ്സിൻ്റെ ഒരു പ്രിലിമിനറി ആയിട്ട് വേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു ബേസിക്കായിട്ട് ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സബ്ജക്റ്റ് വ്യക്തമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം diode. Basically, materials are classified into three according to their electrical characteristics. അപ്പോൾ ഡയോഡ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് മെറ്റീരിയൽസ് അതിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടർ അനുസരിച്ചിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് കണ്ടക്ടർ. അതായത് എല്ലാ മെറ്റൽസും ഈ കാറ്റഗറി വരുന്നതാണ്. ദീസ് മെറ്റീരിയൽസ് ആർ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. റൂം ടെമ്പറേച്ചറിൽ ഇലക്ട്രിസിറ്റിയെ വളരെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയലിൻ്റെ ആറ്റത്തിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇലക്ട്രോൺസിൻ്റെ ഒക്കോറൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ എനർജി ലെവൽ അനുസരിച്ചിട്ട് പല ബാൻഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളപ്പോഴാണ് ഒരു മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് ഇൻ മെറ്റൽസ് വാലൻസ് ബാൻഡിലുള്ളത് വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും. ഇൻ മെറ്റൽസ് ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്പ് ഈച്ച് അതർ. മെറ്റൽസിൽ അല്ലെ കണ്ടക്ടേഴ്സിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പരസ്പരം ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയർസ് വെരി ലെസ് എനർജി for an electron to jump from valence band to conduction band. ഇലക്ട്രോൺസിന് വളരെ കുറഞ്ഞ എനർജിയിൽ തന്നെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. അതുവഴി കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നൗ ദ സെക്കൻഡ് കാറ്റഗറി ഈസ് ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വെരി ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയെ വളരെ പുവറായിട്ട് കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റർ എന്നുള്ള കാറ്റഗറി വരുന്നത്. എക്സാമ്പിൾ വുഡ്, ഗ്ലാസ്, നോൺ മെറ്റൽസ് ഓൾമോസ്റ്റ് ഇതെല്ലാം ഇൻസുലേറ്ററിൻ്റെ കാറ്റഗറി വരുന്നതാണ്. ദർ ഈസ് എ ലാർജ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇൻസുലേറ്ററിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് വെരി ഹൈ എനർജി is required for an electron to jump from valence band to conduction band. ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ എനർജി വേണ്ടി വരും. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ അത്ര എനർജി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ദിസ് വിൽ ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഇലക്ട്രിക്കലി ദേ ഓഫർ വെരി ഹൈ റെസിസ്റ്റൻസ് ടു ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി. അതായത് റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നോർമലി ഈ മെറ്റീരിയൽസൊക്കെ ഇൻസുലേറ്റേഴ്സൊക്കെ വളരെ ഹൈ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും ഇലക്ട്രിക് കണ്ടക്ടിവിറ്റിക്ക്. നൗ ദ തേർഡ് കാറ്റഗറി ഈസ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഹാവ് ബാൻഡ് ഗ്യാപ്പ് ഓർ കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഓർ ഇൻസുലേറ്റേഴ്സ്. ഇപ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻസുലേറ്ററിനും നോൺ കണ്ടക്ടേഴ്സിനും ഇടയ്ക്ക് വരുന്നതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇൻസുലേറ്ററിനും കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്ററിനും ഇടയ്ക്ക് വരുന്നതാണ്. They can be pure elements such as silicon or germanium, or compounds such as gallium arsenide or cadmium selenide. അപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ എലമെൻറ്റ്സ് ആകാം.
സിലിക്കൺ, ജെർമേനിയം എന്ന് പറയുന്ന പ്യുവർ എലമെൻറ്റ്സ്, അത് സെമി കണ്ടക്ടറിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഗാലിയം ആഴ്സനൈഡ് ഓർ കാഡ്മിയം സെലനൈഡ്, അങ്ങനെ രണ്ട് മെറ്റീരിയലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് അതിൻ്റെ കോമ്പിനേഷനായിട്ടും സെമി കണ്ടക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സെമി കണ്ടക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സിലിക്കൺ എടുത്താലും ജെർമേനിയം എടുത്താലും നമുക്കറിയാം അതിൻ്റെ വാലൻസ് ബാൻഡിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഒക്ടേറ്റ് എന്ന് പറഞ്ഞ ഒരു എനർജി സ്റ്റേബിൾ സ്റ്റേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത 4 ഇലക്ട്രോൺസ് കൂടെ ഇതിന് വേണ്ടി വരും. അത് എല്ലാ സെമി കണ്ടക്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മൾ സെമി കണ്ടക്ടർ കോമ്പിനേറ്റ്സ്, അതായത് ഗാലിയം ആഴ്സനൈഡോ അല്ലെങ്കിൽ കാഡ്മിയം സെലനൈഡോ എടുത്തു കഴിഞ്ഞാലും ഈ സെയിം ഫോർമേഷൻ തന്നെയായിരിക്കും കെമിക്കൽ സ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാൻ പറ്റും. ഇൻസുലേറ്റർ അതിൻ്റെ എനർജി അനുസരിച്ചിട്ട് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡ്, അങ്ങനെ നമ്മൾ ഇൻസുലേറ്ററിനാണെങ്കിൽ ഹൈ ബാൻഡ് ഗ്യാപ്പാണ്, സെമി കണ്ടക്ടറിനാണെങ്കിൽ വളരെ കുറഞ്ഞ ബാൻഡ് ഗ്യാപ്പാണ്. പിന്നെ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഏറെക്കുറെ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. സെമി കണ്ടക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദേ ഷോസ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റർ. ആ കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ദർ ആർ 2 സെമി കണ്ടക്ടറിനെ അതിൻ്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് മീൻസ് ദ പ്യുവറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടർ. അപ്പോൾ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ദേ ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ചാർജ് ക്യാരിയറാണ്. ആൻഡ് ഹോൾസ് മീൻസ് പോസിറ്റീവ് ചാർജ് ക്യാരിയർ അല്ലേ. അപ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ നമ്പർ ഓഫ് ഹോൾസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇത് രണ്ടുമാണ്, അത് ഈക്വൽ നമ്പർ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആൻഡ് ബിഹേവ്സ് ആസ് ആൻ ഇൻസുലേറ്റർ ഓർ നോൺ കണ്ടക്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും റൂം ടെമ്പറേച്ചറിൽ. ഇനി ദേ ആർ ഹാവിങ് കോവാലൻ്റ് ബോണ്ട്, അതിനെല്ലാത്തിനും കോവാലൻ്റ് ബോണ്ട് ഉണ്ടായിരിക്കും. ദ കോവാലൻ്റ് ബോണ്ട്സ് ആർ സ്റ്റേബിൾ ആൻഡ് നോ ക്യാരിയേഴ്സ് ആർ അവൈലബിൾ ഫോർ കണ്ടക്ഷൻ അല്ലേ. സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോവാലൻ്റ് ബാൻഡ് സ്ട്രക്ചർ ആയിരിക്കും ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാരിയേഴ്സ് അവൈലബിൾ അല്ല. അപ്പോൾ ക്യാരിയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നടക്കത്തുള്ളൂ. അപ്പോൾ ക്യാരിയേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് പറ്റും, റൂം ടെമ്പറേച്ചറിൽ പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആയിട്ടൊക്കെ തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇറ്റ് റിക്വയേഴ്സ് എ സർട്ടൺ ലെവൽ ഓഫ് വോൾട്ടേജ് ഓർ ഹീറ്റ് എനർജി ടു റിലീസ് ഇറ്റ്സ് കാരിയർ ഫോർ കണ്ടക്ഷൻ. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, കുറഞ്ഞൊരു എന്തെങ്കിലും എനർജി നമ്മൾ അപ്ലൈ ചെയ്യണം. ഒന്നെങ്കിൽ അതിനെ ഇലക്ട്രിക്കൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലെവല് വോൾട്ടേജ്, അതായത് പർട്ടിക്കുലർ ലെവൽ ചാർജ് അപ്ലൈ ചെയ്താലേ, അല്ലെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ക്യാരിയേഴ്സിനെ റിലീസ് ചെയ്യാൻ പറ്റൂ. അതുവഴി നമുക്കിതിൻ്റെ കണ്ടക്ടിവിറ്റി, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കോവാലൻ്റ് ബോണ്ട്സ് ക്യാൻ ബി ബ്രോക്കൺ. കോവാലൻ്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ആർ 2 മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഇലക്ട്രോൺസ് ജമ്പ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് വയ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസിനെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യിക്കുക. ദാറ്റ് മീൻസ് ദ സെമി കണ്ടക്ടർ ഷോസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്തോറും അതിൻ്റെ റെസിസ്റ്റിവിറ്റി കുറയുന്നു, കണ്ടക്ടിവിറ്റി കൂടുന്നു. ദിസ് മീൻസ് ദാറ്റ് ദേ ആർ ഷോയിങ് അതിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണെന്ന് നമ്മൾ പറയും. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ഡോപ്പിംഗ്. രണ്ടാമത്തെ മെത്തേഡ് ഡോപ്പിംഗ് ആണ്. അപ്പോൾ ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ generating free electrons by adding impurities into the pure silicon or germanium. This creates extrinsic semiconductor.
ഇപ്പോൾ ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും മെറ്റീരിയൽ ആഡ് ചെയ്തുകൊണ്ട് ഈ മെറ്റീരിയൽസിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോപ്പിംഗ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മെറ്റീരിയലിന് നമ്മൾ പറയുന്നത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നാണ്. ഓക്കെ, നൗ സോ വാട്ട് ഈസ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ദേ ആർ ക്രിയേറ്റഡ് ബൈ ഡോപ്പിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പിംഗ് വഴിയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡെലിബറേറ്റ്ലി ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ഇൻ ടു പ്യുവർ സെമി കണ്ടക്ടർ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ക്യാരിയേഴ്സ്. അല്ലേ, നമ്പർ ഓഫ് ക്യാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ ആഡ് ഇമ്പ്യൂരിറ്റി ഇൻ ടു പ്യുവർ സെമി കണ്ടക്ടർ. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് ക്യാരിയേഴ്സിൻ്റെ എണ്ണം കൂട്ടുക. ദ ഇമ്പ്യൂരിറ്റി എലമെൻറ്റ്സ് ആർ കോൾഡ് ഡോപ്പൻസ്. ഇമ്പ്യൂരിറ്റി എലമെൻ്റ് എന്ന് പറയുന്ന പേര് ഡോപ്പൻ്റ് എന്നാണ്. ഇറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ക്യാരിയർ ഇലക്ട്രോൺസ് ഓർ ഹോൾസ് ആൻഡ് എക്സിബിറ്റ് ഗ്രേറ്റർ കണ്ടക്ടിവിറ്റി ദാൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ ഡോപ്പൻ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും? ക്യാരിയേഴ്സിൻ്റെ എണ്ണം കൂടും. ക്യാരിയേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴത്തേക്കും ക്യാരിയേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇലക്ട്രോൺസും ഹോൾസും ആകാം. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ കണ്ടക്ടിവിറ്റി നാച്ചുറലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു. അതിന് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി ഈസ് കോൾഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ആദ്യം പറയുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ്. സോ ദ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആർ ഡോപ്ഡ് വിത്ത് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി. പെൻഡാവാലൻ്റ് മീൻസ് they have 5 electrons in their valence shell. അല്ലേ, നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ അറിയാം, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത് ഇങ്ങനെയുള്ള ആറ്റംസിന് അതിൻ്റെ വാലൻസ് ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ ദേ ആർ കോൾഡ് പെൻഡാവാലൻ്റ് ആറ്റംസ്. സോ ഇഫ് വി ആർ ആഡിങ് ഓർ ഇഫ് വി ആർ ഡോപ്പിംഗ് എ സെമി കണ്ടക്ടർ വിത്ത് എ പെൻഡാവാലൻ്റ് ആറ്റം, വാട്ട് ഹാപ്പൻസ്? അല്ലെ, സെമി കണ്ടക്ടർ ആറ്റം ഇതിനെ പെൻഡാവാലൻ്റ് ആറ്റമായിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? The dopant atom establishes covalent bond by sharing 4 of its valence electron with the 4 neighboring silicon atom. സിലിക്കണിൻ്റെ എന്ത് ചെയ്യും? 4 വാലൻസ് ബാൻഡിലുള്ള 4 ഇലക്ട്രോൺസുമായിട്ട് ഡോപ്പൻ്റ് ആറ്റത്തിൻ്റെ 4 വാലൻസ് ഇലക്ട്രോൺ ഷെയർ ചെയ്തുകൊണ്ട് കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യും. ഇതാണ് നമ്മളിവിടെ സ്ട്രക്ചറിൽ കാണിച്ചിരിക്കുന്നത്. സിലിക്കൺ ആൻറ്റിമണി ആയിട്ട് ഡോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ആൻറ്റിമണി ആറ്റത്തിൻ്റെ ചുറ്റും 4 സിലിക്കൺ ആറ്റം വരും. സോ ദേ വിൽ ബി ഷെയറിങ് ഇലക്ട്രോൺസ്. അല്ലേ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒക്ടേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് ആ ഒരു സ്ട്രക്ചർ മാറും. നൗ വാട്ട് ഹാപ്പൻസ് ടു ദ ഫിഫ്ത്ത് ഇലക്ട്രോൺ? ദർ ഇസ് എ ഫിഫ്ത്ത് ഇലക്ട്രോൺ ഇൻ ദ ഡോപ്പൻ്റ്. ഡോപ്പൻറ്റിൻ്റെ അകത്തൊരു 5ാമതൊരു ഇലക്ട്രോൺ കൂടെ ഉണ്ട്. The fifth electron remains loosely bound to the nucleus of the dopant atom. അല്ലേ, ഫിഫ്ത്ത് ഇലക്ട്രോൺ ന്യൂക്ലിയസിലോട്ട് വളരെ ലൂസായിട്ട് ബൈൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയർസ് വെരി ലെസ് അയണൈസേഷൻ എനർജി ടു സെറ്റ് ഫ്രീ ദ ഫിഫ്ത്ത് ഇലക്ട്രോൺ ടു ജമ്പ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഈ 5ാമത്തെ ഇലക്ട്രോണിനെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യിക്കാനായിട്ട് വളരെ കുറച്ച് എനർജി മാത്രം മതിയാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് the pentavalent impurity imparts 1 extra electron to the lattice structure and hence it is called donor impurity. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺസ് പെൻഡാവാലൻ്റ് ആറ്റം എന്ത് ചെയ്യും? ആ സിലിക്കണിൻ്റെ ലാറ്റിസ് സ്ട്രക്ചറുമായിട്ട് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്ന പേര് ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡോണർ പെൻഡാവാലൻ്റ് ആറ്റമായിട്ട് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ there will be extra electrons created. So this extra electron in the n-type semiconductor carries majority of the electric current and are called majority carriers. അപ്പം ഇങ്ങനെ, അതായത് ഈ n-type സെമികണ്ടക്ടറിനെ നമ്മൾ ഇലക്ട്രിക്കലി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് ധാരാളം വാലൻസ് കണ്ടക്ഷൻ ബാൻഡിൽ ധാരാളം ഇലക്ട്രോൺസ് ഉണ്ടാവും, ഫ്രീ ഇലക്ട്രോൺസ്. അല്ലേ, അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസിനെ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ
നമ്മളിതിനെ പറയുന്ന ഇലക്ട്രോൺസിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്നാണ് പറയുന്നത്. നോ ദർ ഈസ് വൺ മോർ ടൈപ്പ് ഓഫ് കണ്ടക്ടർ, ദേ ആർ കോൾഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടർ ആർ ഡോപ്ഡ് വിത്ത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ്, ദാറ്റ് ഈസ് ബോറോൺ ആൻഡ് അലൂമിനിയം ഹൗ 3 ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസ് ഷെൽ. അല്ലേ, നമ്മൾ പെൻറ്റാവാലൻറ്റിൽ 5 ആയിരുന്നു, ഇവിടെ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ്, അതായത് ബോറോൺ, അലുമിനിയം, ഗാലിയം അങ്ങനെയുള്ള ആറ്റത്തിന് 3 ഇലക്ട്രോണാണ് വാലൻസ് ഷെല്ലിലുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പം ഈ സിലിക്കോണിനെ ബോറോണുമായിട്ടോ അലുമിനിയമായിട്ടോ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ദ ഡോപ്പൻ്റ് ആറ്റം എസ്റ്റാബ്ലിഷ് കോവാലൻ്റ് ബോണ്ട് ബൈ ഷെയറിംഗ് 3 ഓഫ് ഇറ്റ്സ് വാലൻസ് ഇലക്ട്രോൺ വിത്ത് 3 നൈബറിംഗ് സിലിക്കൺ ആറ്റംസ്. അപ്പോൾ ഡോപ്പൻ്റ് ആറ്റം ബോറോൺ അല്ലേ, നമ്മുടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും? 4 സിലിക്കൺ ആറ്റം ഉണ്ട്, പക്ഷേ അതിൽ 3 സിലിക്കൺ ആറ്റമായിട്ടത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് നീഡ്സ് ആൻ എക്സ്ട്രാ ഇലക്ട്രോൺ ടു കംപ്ലീറ്റ് ദ ഒക്ടേറ്റ് ഓർ സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊരു എക്സ്ട്രാ ഇലക്ട്രോൺ വരും. നൗ എ വേക്കൻറ്റ് സ്പേസ് ഇസ് ക്രിയേറ്റഡ്. അപ്പോൾ ആ ഒരു ഇലക്ട്രോണിൻ്റെ സ്പേസിൽ ഒരു വേക്കൻറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ക്യാൻ ഫിൽ ആൻ ഇലക്ട്രോൺ വിത്ത് വെരി ലെസ് അയണൈസേഷൻ എനർജി. അല്ലേ, വളരെ കുറഞ്ഞ അയണൈസേഷൻ എനർജി കൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻ്റ് സ്പേസ് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ ഇറ്റ് ഈസ് കോൾഡ് എ ഹോൾ. ആ ഹോൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കലി ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു എ പോസിറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജിന് ഇക്വലൻ്റ് ആണ് ഈ ഹോൾ എന്ന് പറയുന്നത്. നൗ the trivalent impurity imparts one vacant space or positive charge to the lattice structure and hence it is called the acceptor impurity. Impurityക്ക് പറയുന്ന പേരാണ് acceptor impurity which can accept an electron. ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അതിനെ acceptor impurity എന്ന് പറയും. അപ്പോൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. The holes in p-type semiconductor carries majority of the electric current and are the മെജോറിറ്റി കാരിയർ. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഹോൾസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പോൾ ഹോൾസിനെ നമ്മൾ എന്ത് പറയും? പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയർ എന്ന് പറയും. ദെൻ ഇറ്റ് കംസ് ടു ദ പോയിൻറ്റ് ഡയോഡ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡയോഡിന് മുമ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. നൗ ഡയോഡിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഡയോഡ് ഈസ് എ ഇലക്ട്രോണിക് ഡിവൈസ് വിത്ത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡ്. 2 ടൈപ്പ് ഇലക്ട്രോഡുണ്ട്, പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും, ആനോഡും കാഥോഡും. ഡയോഡിൻ്റെ പ്രത്യേകത, ഡയോഡ് അലൗസ് ദ കറണ്ട് ടു പാസ് ഓൺലി ത്രൂ വൺ ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് ഡയറക്ഷൻ. ഇറ്റ് ബ്ലോക്സ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓർ റിവേഴ്സ് ഡയറക്ഷൻ. ഇപ്പോൾ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് ഒരു ഡയറക്ഷന് മാത്രം കറണ്ട് ഫ്ലോ അലോ ചെയ്യും. നമ്മൾ ആ ഡയറക്ഷനെ പറയുന്ന പേരാണ് ഫോർവേഡ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡയോഡ് കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അതിന് നമ്മൾ റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറയും. അപ്പോൾ ഡയോഡ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് സെമി കണ്ടക്ടർ ഓർ എനി അതർ മെറ്റീരിയൽ ഓൾസോ. വാക്വം ട്യൂബൊക്കെ വെച്ചിട്ട് വാക്വം ഡയോഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ കൂടുതലും പഠിക്കുന്നത് സെമി കണ്ടക്ടർ ഡയോഡാണ്. കാരണം വാക്വം ഡയോഡിന് ഒത്തിരി ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സൈസ് വളരെ കൂടുതലാണ്, ഒത്തിരി എനർജി ഹീറ്റ് ആയിട്ട് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കമ്മിങ് ടു സെമി കണ്ടക്ടർ ഇലക്ട്രോഡ്സ്. അപ്പോൾ സെമി കണ്ടക്ടർ ഇലക്ട്രോഡ്സ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതിന് കൂടുതൽ നല്ല പേരാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. അതെങ്ങനെ ഫോം ചെയ്യുന്നത്? ക്യാൻ ബി ഫോംഡ് ബൈ ഡോപ്പിംഗ് വൺ സൈഡ് ഓഫ് എ സെമി കണ്ടക്ടർ ഡിവൈസ് വിത്ത് പി ടൈപ്പ് മെറ്റീരിയൽ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് വിത്ത് എൻ ടൈപ്പ് മെറ്റീരിയൽ. അല്ലേ, ഇവിടെ ഫിഗറിൽ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു പി ടൈപ്പ് മെറ്റീരിയൽ, ഒരു സെമി കണ്ടക്ടറിൻ്റെ ഒരു സൈഡിൽ പിയും അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ എന്നും ടൈപ്പ് ഡോപ്പൻ്റ് കൊണ്ട് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സെമി കണ്ടക്ടർ ഡയോഡായിരിക്കും. അതിന് പറയുന്ന പേര് പി എൻ ജംഗ്ഷൻ ഡയോഡ്. എ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ് അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ആനോഡ് ആൻഡ് കാഥോഡ്. അല്ലേ, ഇപ്പോൾ 2 ഇലക്ട്രോഡുണ്ട്, ആനോഡും കാഥോഡും. ഈ രണ്ടും കൂടെ ചേരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യും ഇതിൻ്റെ മിഡിലായിട്ട്. ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് പി എൻ ജംഗ്ഷൻ വിച്ച് ഇൻ ടേൺ ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ആൻഡ് ദ ലെവൽ ഓഫ് ഡോപ്പിംഗ്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ വോൾട്ടേജ്, കറണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് 2 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
ഒന്ന് എന്താ പി എൻ ജംഗ്ഷൻ്റെ പ്രോപ്പർട്ടി, രണ്ടാമത് പി എൻ ജംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യുന്നത് ലെവൽ ഓഫ് ഡോപ്പിങ്ങിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തത് മെറ്റീരിയൽ. ഇപ്പോൾ മെറ്റീരിയലിനെയും ആ ഡോപ്പിങ്ങിൻ്റെ ലെവല്, ഡോപ്പൻ്റെ ഏതാണ് എന്ന് മാത്രം ലെവൽ ഡോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. നോ പി എൻ ജംഗ്ഷൻ്റെ വേറൊരു പ്രത്യേകത, പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പല ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസിനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഓർമ്മ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഡയോഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഓപ്പറേഷൻ നമുക്ക് നോക്കാം. എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ക്യാൻ ബി ബയാസ്ഡ് ഇൻ 2 ways. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസ്ഡ്. സോ ഫോർവേഡ് ബയാസ് മീൻസ് P side of the PN junction diode is connected with the positive terminal of the battery and the N side with the negative terminal of the battery. PN junction P side പോസിറ്റീവ് സൈഡ്, ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡായിട്ട് കണക്ട് ചെയ്യും, N സൈഡ് നെഗറ്റീവ് ടെർമിനലായിട്ടും കണക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവ് സൈഡിൽ പിയും നെഗറ്റീവ് സൈഡിൽ എന്നും. ഇനി എന്ത് ചെയ്യും? ദ ഇലക്ട്രോൺസ് വിച്ച് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ് ഇൻ N side repulse from the cathode may cross the PN junction and moves towards the anode. അപ്പോൾ എന്നിൽ മെജോറിറ്റി കാരിയർ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും അവിടുത്തെ നെഗറ്റീവ് ചാർജുമായിട്ട് റിപ്പല് ചെയ്തിട്ട് എന്ത് ചെയ്യും? പി എൻ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോസിറ്റീവ് ചാർജിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. നോ സിമിലർലി ദ ഹോൾസ് വിച്ച് ആർ ദ മെജോറിറ്റി കാരിയർ ഓഫ് ദ പി സൈഡ് റിപ്പൽസ് ആൻഡ് മൂവ് ടുവേഴ്സ് ദ കാഥോഡ്. അല്ലേ? ഇപ്പോൾ പിയിൽ ഇതുപോലെ തന്നെ ആരാണ്? ഹോൾസാണ് മെജോറിറ്റി കാരിയർ. അപ്പോൾ ഹോൾസ് എന്ത് ചെയ്യും? പി സൈഡിലെ പോസിറ്റീവ് ചാർജുമായിട്ട് റിപ്പൽ ചെയ്തിട്ട് നേരെ പി എൻ ജംഗ്ഷൻ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കാത്തോഡിലോട്ട് മൂവ് ചെയ്യും. അല്ലേ? ഇപ്പോൾ ഹോൾസ് ശരിക്കും മൂവ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഹോൾസായിട്ടല്ല മൂവ് ചെയ്യുന്നത്. ഒരു ഹോള് അതിന് കൂടുതൽ എനർജി കിട്ടുന്ന കഴിയുമ്പോഴത്തേക്ക് തൊട്ട് നൈബറിങ് ആറ്റത്തിലെ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ ആ ഓക്സൈഡ് സ്റ്റേറ്റ് ഫില്ല് ചെയ്യും. അപ്പോൾ അതിൻ്റെ വേക്കൻസി, ഇലക്ട്രോൺ വേക്കൻസി ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? അപ്പുറത്തെ നൈബറിങ് ആറ്റത്തിൽ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് പിന്നെയും തൊട്ടടുത്ത നൈബറിങ് ആറ്റത്തിൽ നിന്നൊരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പുള്ള് ചെയ്യും. അപ്പം അങ്ങനെ പുള്ള് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് വന്ന് ഈ ഹോൾസ് ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ദ ഹോൾ ഗോട്ട് ഷിഫ്റ്റഡ് ഫ്രം വൺ ആറ്റം ടു അനദർ. അങ്ങനെയാണ് ഹോൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. നൗ ദ ഡയോഡ് കണ്ടക്ട്സ് ഇലക്ട്രിക്കലി. അല്ലേ? ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഇലക്ട്രോൺസും ഹോൾസും പരസ്പരം പി എൻ ജംഗ്ഷനെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഡയോഡ് ഇലക്ട്രിക്കലി കണ്ടക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ ആൻഡ് സോ ഇറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് ബയാസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ വിഡ്ത്ത് ഓഫ് ദ പി എൻ ജംഗ്ഷൻ മേ ഡിക്രീസ് സിൻസ് ദ കാരിയർ ക്രോസിംഗ് ദ ജംഗ്ഷൻ ആൻഡ് ദ ഡയോഡ് ഇമ്പാർട്ട് എ സ്മോൾ റെസിസ്റ്റൻസ് വെൻ ഫോർവേഡ് ബയാസ്ഡ്. പി എൻ ജംഗ്ഷൻ്റെ വിഡ്ത്ത്, അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു പിയും എന്നും ഉണ്ട്. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷനുണ്ട്, അതിൻ്റെ വിഡ്ത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം രണ്ട് ക്യാരിയറും എന്ത് ചെയ്യും? ഈ ജംഗ്ഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നുണ്ട്. അല്ലേ? അപ്പോൾ ഒരു റീജിയന് വേറെ പേരൂടെ പറയും, ഡിപ്രീഷൻ റീജിയൻ എന്നുകൂടെ പറയും. ഓക്കെ, പി ആൻഡ് എൻ ഈ രണ്ടും കൂടെ ചേർന്ന ഒരു ജംഗ്ഷന് പറയുന്ന പേരാണ് ഡിപ്രീഷൻ റീജിയൻ. നോ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ ഇൻ ദ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ദ എൻ സൈഡ് ഓഫ് ദ PN junction diode is connected with the positive terminal and the P side of the PN junction connected with the negative terminal of the battery. N side ne positive terminal ആയിട്ടും P side ne negative terminal ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. Now the electrons which are the majority carriers in the N side attracted towards the positive terminal and move towards it. അല്ലേ? എന്നിലെ മെജോറിറ്റി കാരിയർ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അത് പോസിറ്റീവ് ചാർജുമായിട്ട് അട്രാക്ട് ചെയ്ത് പോസിറ്റീവിലോട്ട് പോകും. പിയിലെ മെജോറിറ്റി കാരിയർ ഹോൾസ് അത് നെഗറ്റീവ് സൈഡിലോട്ട് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ദ വിഡ്ത്ത് ഓഫ് ദ പി എൻ ജംഗ്ഷൻ ഇൻക്രീസസ്. അല്ലേ? പി എൻ ജംഗ്ഷൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് ബോത്ത് ദ കാരിയർ റിപ്പൽ എവേ ഫ്രം ദ ഡിപ്ലീഷൻ റീജിയൻ. ഇപ്പോൾ ഡിപ്ലീഷൻ റീജിയനിൽ നിന്ന് രണ്ട് കാരിയറും
റിപ്പല് ചെയ്യുന്നതുകൊണ്ട് എന്ത് പറ്റും, ആ പി എൻ ജംഗ്ഷൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. സോ ദ ഡയോഡ് പുട്ട് വെരി ഹൈ റെസിസ്റ്റൻസ് ടു ഇലക്ട്രിക്കലി ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ബയാസ്. ഇപ്പോൾ റിവേഴ്സ് ബയാസിൽ ഡയോഡ് എന്ത് ചെയ്യും, വളരെ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. കാരണം പി എൻ ജംഗ്ഷൻ വളരെ വൈഡാണ്. അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ റീജിയനാണ്. പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കലി ന്യൂട്രൽ റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ദർ ഇസ് എ വെരി ലിറ്റിൽ കറണ്ട് ഫ്ലോസ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് മൈനോറിറ്റി കാരിയർ. ഞാൻ നേരത്തെ പറഞ്ഞു മെജോറിറ്റി കാരിയർ എന്ന് പറഞ്ഞ ഹോളുണ്ട് അല്ലേ. പിയിൽ മെജോറിറ്റി കാരിയർ ഹോളാണ്, എന്നിൽ മെജോറിറ്റി കാരിയർ ഇലക്ട്രോണാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദർ ആർ മെജോറിറ്റി കാരിയർ, ദർ ആർ മൈനോറിറ്റി കാരിയർ ഓൾസോ. അപ്പോൾ പിയിൽ മൈനോറിറ്റി കാരിയറായിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും, എന്നിൽ മൈനോറിറ്റി കാരിയർസായിട്ട് ഹോൾസ് ഉണ്ടാവും. ഈ മൈനോറിറ്റി കാരിയറിന് പി എൻ ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അത് വളരെ മൈക്രോ ആംപിയർ ലെവലിലായിരിക്കും. ഓക്കെ, നമുക്ക് ഡയോഡിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ദ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ കണക്റ്റിംഗ് എ ബാറ്ററി അല്ലേ. ഒരു ബാറ്ററി എന്ത് ചെയ്യും, ഡയോഡുമായിട്ട് കണക്ട് ചെയ്യുക. ഒരു റെസിസ്റ്റൻസ് സാധാരണഗതിയിൽ എല്ലാ സർക്യൂട്ടിനും യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ക്യാൻ ബി മെഷേർഡ് വിത്ത് എ വോൾട്ട് മീറ്റർ. ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് ഡയോഡിന് അക്രോസ് ആയിട്ട് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യാം. പിന്നെ അമ്മീറ്റർ ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കറണ്ട് മെഷർ ചെയ്യാം. നിങ്ങളൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ലാബിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അന്നേരം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. വെൻ ദ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ്ഡ് അല്ലേ, ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോഴത്തേക്കും സം വോൾട്ടേജ് ഡ്രോപ്പ് across the diode that will increase in applied voltage. There will be some voltage drop across the diode. ഡയോഡിന് അക്രോസ് ആയിട്ട് കുറച്ച് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ. ചെറിയൊരു റെസിസ്റ്റൻസ് ഡയോഡ് ഓഫർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഡയോഡിന് അക്രോസ് ആയിട്ടുണ്ടാവും. ദിസ് വിൽ ഇൻക്രീസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ അപ്ലൈഡ് വോൾട്ടേജ്. അപ്ലൈ ചെയ്യുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് നമ്മൾ കൂടുന്തോറും ഈ വോൾട്ടേജ് ഡ്രോപ്പും കൂടും. When the diode voltage reaches a particular point, a barrier potential, a sharp increase in diode current with a very small variation in voltage is seen. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ലെവലിൽ എത്തുമ്പോഴും എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ ഷാർപ്പായിട്ട് കറണ്ടിലൊരു ഇൻക്രീസ് ഉണ്ടാവും, വളരെ ഷാർപ്പായിട്ടൊരു ഇൻക്രീസ് ഉണ്ടാവും. ദ മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു ഫോർവേഡ് ബയാസ്. അപ്പോൾ ആ ഒരു ഇൻക്രീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത് അല്ലേ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, നമ്മളതിനെ ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നു. ദ മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു ഫോർവേഡ് ബയാസ് എ പി എൻ ജംഗ്ഷൻ ഈസ് കോൾഡ് കട്ട് ഇൻ വോൾട്ടേജ് ഓർ നീ വോൾട്ടേജ്. ആ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം വോൾട്ടേജ് അല്ലേ, ഡയോഡിന് ഫോർവേഡ് ബയാസ് ചെയ്യാൻ വേണ്ടുന്ന മിനിമം വോൾട്ടേജിന് നമ്മൾ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ ഡയോഡ് പ്രാക്ടിക്കലി ഈ നീ വോൾട്ടേജ് വരെ എന്ത് ചെയ്യും, വളരെ കുറച്ച് മാത്രമേ കറണ്ട് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ നീ വോൾട്ടേജ് ഓർ വെൻ ഇറ്റ് റീച്ചസ് നീ വോൾട്ടേജ് ഇറ്റ് വിൽ കണ്ടക്ട് ഇലക്ട്രിക് കറണ്ട് അല്ലേ. നോ റിവേഴ്സ് ബയാസിൽ എന്താ സംഭവിക്കുന്നത്, വെൻ ദ ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ഇറ്റ് ബ്ലോക്സ് ദ ഫ്ലോ ഓഫ് കറണ്ട്. അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം റിവേഴ്സ് ബയാസിൽ ഡയോഡ് കറണ്ട് ബ്ലോക്ക് ചെയ്യും. The barrier potential across the diode increases with the applied voltages. ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടുന്തോറും അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യലും കൂടുന്നു. ബട്ട് എ സ്മോൾ റിവേഴ്സ് കറണ്ട് ഫ്ലോസ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ഡ്യൂ ടു മൈനോറിറ്റി കാരിയർ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് മെജോറിറ്റി കാരിയറിനെ ബ്ലോക്ക് ചെയ്യപ്പെടും. മൈനോറിറ്റി കാരിയറിൻ്റെ ഫ്ലോ കൊണ്ട് എന്ത് ചെയ്യും, ഒരു റിവേഴ്സ് കറണ്ട് ഉണ്ടാകും. ദിസ് കണ്ടിന്യൂസ് ഓൺലി അപ് ടു എ പർട്ടിക്കുലർ വോൾട്ടേജ്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ദ ഡയോഡ് കറണ്ട് സ്റ്റീപ്ലി ഇൻക്രീസസ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഡയോഡിൻ്റെ റിവേഴ്സ് കറണ്ട് സ്റ്റീപ്ലി ഇൻക്രീസ് ചെയ്യും. നമുക്കിവിടെ ഗ്രാഫിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം ഒരു സ്റ്റീപ്പ് ഇൻക്രീസ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. ഇവിടെ എന്താ പറയണ്ടേ, നമ്മൾ ഗ്രാഫ് വരച്ചിരിക്കുന്നത് പ്ലസ് വി എഗൈൻസ്റ്റ് പ്ലസ് ഐ അല്ലേ. പിന്നെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് കാണിച്ചിട്ടുണ്ട് മൈനസ് വി മൈനസ് ഐ. അപ്പോൾ മൈനസ് എക്സ് ആക്സിസും മൈനസ് വൈ ആക്സിസും ആ സൈഡിൽ കാണിച്ചിരിക്കുന്നത് റിവേഴ്സ് വോൾട്ടേജ് ആണ്. അപ്പോൾ അവിടെ എന്താ പറ്റുന്നത്, എന്ത് പറ്റും, സ്റ്റീപ്പ് ഡിക്രീസ് അല്ലേ, ഒരു സ്റ്റീപ്പ് ഇൻക്രീസ് ഇൻ ദ
റിവേഴ്സ് ഡയറക്ഷൻ, കറണ്ടിൽ വളരെ സ്റ്റീപ്പായിട്ടൊരു ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ റീജിയൻ നമ്മൾ പറയുന്നത് ബ്രേക്ക് ഡൗൺ റീജിയൻ ഓഫ് ദ ഡയോഡ്. ഈ ഒരു പർട്ടിക്കുലർ ഫിനോമിന കൊണ്ട്, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫിനോമിന കൊണ്ടാണിത് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു റീജിയൻ നമ്മൾ പറയുന്നത് ബ്രേക്ക് ഡൗൺ റീജിയൻ, ഓർ ആ പർട്ടിക്കുലർ വോൾട്ടേജിനെ പറയുന്നത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ബോത്ത് ദീസ് ക്യാരക്ടർ ക്യാൻ ബി മെഷേർഡ്. ഇപ്പോൾ ഈ രണ്ട് ക്യാരക്ടർ നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയോഡിനെ ക്രോസ് ആയിട്ടൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക, ഡയോഡിനെ ഒരു അമ്മീറ്ററുമായിട്ട് കണക്ട് ചെയ്യുക, ആൻഡ് പ്ലോട്ട് എ ഗ്രാഫ് വിത്ത് വോൾട്ടേജ് എക്സ് ആക്സിസ് ആൻഡ് കറണ്ട് ഓൺ ദി വൈ ആക്സിസ്. എക്സ് ആക്സിൽ കറണ്ടും എക്സ് ആക്സിൽ വോൾട്ടേജും വൈ ആക്സിൽ കറണ്ടുമായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ വോൾട്ടേജ് എന്താണെന്ന് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ്, ഫോർവേഡ് ബയാസിൽ കട്ട് ഇൻ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും, റിവേഴ്സ് ബയാസിൽ എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് രണ്ട് ടൈപ്പ് ഡയോഡുണ്ട്, ജെർമേനിയം ഡയോഡും സിലിക്കൺ ഡയോഡും. ഈ രണ്ട് ഡയോഡിനും ഈ ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം ഈ വാല്യൂസിൽ വ്യത്യാസം വരും, പക്ഷേ ക്യാരക്ടറിസ്റ്റിക്സ് സെയിം തന്നെ ആയിരിക്കും. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. നോ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് അല്ലേ, ഏതൊരു ഇലക്ട്രിക്കൽ സബ്സ്റ്റൻസിനും റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് മീൻസ് വോൾട്ടേജ് ബൈ കറണ്ട്. സോ ദർ ആർ ടു കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ്. വൺ ഈസ് കോൾഡ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ്, other one is called dynamic resistance. Static resistance means the DC voltage across the diode divided by the corresponding diode current. നമ്മൾ ഡയോഡിന് ഡി സി ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് കറണ്ടാണ് ഡയോഡിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ there is no change in voltage at all. So we can measure the potential drop across the diode. ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അതിനെന്ത് ചെയ്യുക, കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് കിട്ടും അല്ലേ. ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ എന്ത് കിട്ടും, കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് കിട്ടും. ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഡയോഡ് ക്യാൻ ബി ഫിക്സ്ഡ് ഫോർ ദിസ് പർട്ടിക്കുലർ വോൾട്ടേജ്. അപ്പോൾ നമ്മളെപ്പോഴും ഡയോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഡയോഡ് ഒരു സർക്യൂട്ടിൽ നമ്മൾ ഡയോഡ് വെച്ച് നമ്മൾ എന്തെങ്കിലും സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡയോഡിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റീജിയൻ ഉണ്ടാവും. ആ ഒരു റീജിയനിൽ നമ്മൾ ഡയോഡിനെ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഡയോഡിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, ആ ഓപ്പറേറ്റിംഗ് റീജിയൻ നമുക്ക് കൃത്യമായിട്ട്, ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയും, അതിനെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഡയോഡ് വെച്ച് നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നൗ വെൻ ആൻ എ സി സിഗ്നൽ ഈസ് അപ്ലൈഡ് അക്രോസ് ദ ഡയോഡ് അല്ലേ, നമ്മൾ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് മെഷർ ചെയ്തത് ഡി സി വെച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ എ സി സിഗ്നൽ ഡയോഡിന് അക്രോസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ബോത്ത് ദ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട് മേ വേരി. ഇൻപുട്ട് വോൾട്ടേജും കറണ്ടും വേരി ചെയ്യും അല്ലേ. എ സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി വേരിയിങ് ആണ്. സോ ദ ചേഞ്ച് ഇൻ ഡയോഡ് പാരാമീറ്റേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയേഷൻ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് വാല്യൂ ക്യാൻ ബി മെഷേർഡ് ആസ് ഡൈനാമിക് റെസിസ്റ്റൻസ് അല്ലേ. ആ ഇൻപുട്ടിലെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വേരിയേഷൻ അനുസരിച്ചിട്ട് ഡയോഡിൻ്റെ പാരാമീറ്ററിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഡൈനാമിക് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ്. സോ വാട്ട് ഈസ് ഡൈനാമിക് റെസിസ്റ്റൻസ്? ദ ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ അപ്ലൈഡ് വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് വിത്ത് ദ വേരിയേഷൻ ഇൻ ദ കറണ്ട് ത്രൂ ഇറ്റ് അല്ലേ. ഡയോഡിന് അക്രോസ് ആയിട്ട് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്, ആ വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷനിൽ, ഇവിടെ നമ്മൾ ഗ്രാഫിൽ ഒരു പോയിന്റ് കാണിച്ചിട്ടുണ്ട് എ ബി. ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ പോയിൻ്റാണ്, ബി എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ പോയിൻ്റാണ്. അവിടെ എന്ത് പറ്റും, എയിലും ബിയിലും വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഡി സി ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് വോൾട്ടേജ് പിന്നെ കോൺസ്റ്റൻ്റ് കറണ്ട് ആയിരിക്കും. അപ്പോൾ എ ബൈ ബി നമുക്ക് എടുക്കാൻ പറ്റും. നൗ എ സി ആണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ സിയുടെ വാല്യൂവിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് സി ആയിരിക്കും. ഇക്കും സിക്കും ഇടയ്ക്കുള്ള ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വേരിയേഷൻ, അതുകൊണ്ട് എന്ത് പറ്റും, ഡയോഡിന് ത്രൂ ആയുള്ള കറണ്ട് എന്ത് ചെയ്യും, എഫിനും ഡിക്കും അക്രോസ് ആയിട്ട് വേരി ചെയ്യും അല്ലേ. ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് വേരിയേഷൻ ഡെൽറ്റ വി എന്നും കറണ്ടിൻ്റെ വേരിയേഷൻ ഡെൽറ്റ ഐ എന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈനാമിക് റെസിസ്റ്റൻസ് മീൻസ് ദ വേരിയേഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ്, അതായത് ഡെൽറ്റ വി വിത്ത് റെസ്പെക്ട് ടു എന്ത് പറ്റും, ദ വേരിയേഷൻ ഓഫ് കറണ്ട് ത്രൂ ദ ഡയോഡ് ഡെൽറ്റ ഐ. അപ്പോൾ ഡെൽറ്റ വി ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ഐ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡൈനാമിക് റെസിസ്റ്റൻസ്. നൗ ഐഡിയൽ ഡയോഡ് എന്ന് പറഞ്ഞാൽ
നമ്മൾ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഐഡിയലി 0 റെസിസ്റ്റൻസ് ആണ് ഡയോഡിന് ഫോർവേഡ് ബയാസിൽ ആൻഡ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് അറ്റ് റിവേഴ്സ് ബയാസ് അല്ലേ. അതായത് ഫോർവേഡ് ബയാസിൽ ദ ഡയോഡ് ആക്ട്സ് ആസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ വിത്ത് 0 വോൾട്ടേജ് അക്രോസ് ഇറ്റ്. എന്താ വൈ ആക്സിലോട്ട് നേരെ പോകുന്നു. അതേസമയം റിവേഴ്സ് ബയാസിലോ, വെൻ റിവേഴ്സ് ബയാസ്ഡ് ഇറ്റ് ആക്ട്സ് ആസ് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ വിത്ത് 0 കറണ്ട് ത്രൂ ഇറ്റ് അല്ലേ. അത് നേരെ -x ഡയറക്ഷനിലോട്ട് പോകും, നോ കറണ്ട് ത്രൂ ഇറ്റ്. ഇനി ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I = I0 e⁻V eta by Vt -1. I0 എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, അത് ആംബിയേഴ്സിലാണ് മെഷർ ചെയ്യുന്നത്. വി എന്ന് പറഞ്ഞാൽ ഡയോഡിന് അക്രോസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. ഈറ്റ എന്ന് പറഞ്ഞാൽ ആ പാരാമീറ്റർ എടുക്കുന്നത് ജെർമേനിയത്തിന് 1 ആയിട്ടും എടുക്കും, പിന്നെ 2 എന്ന് പറഞ്ഞാൽ സിലിക്കൺ ആയിട്ടും എടുക്കും. സിലിക്കൺ ടു ജെർമേനിയത്തിന് 1. നോ Vt എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഈക്വലൻ്റ് ഓഫ് ടെമ്പറേച്ചർ. അത് ഡയോഡിൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഐഡിയൽ ഡയോഡും പ്രാക്ടിക്കൽ ഡയോഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഐഡിയൽ ഡയോഡിന് 0-ൽ തന്നെ കണ്ടക്ട് ചെയ്യും, പക്ഷേ പ്രാക്ടിക്കൽ ഡയോഡ് Vt ത്രഷോൾഡ് വോൾട്ടേജ് മാത്രമേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ ഐഡിയൽ ഡയോഡിന് ബ്രേക്ക് ഡൗൺ ഇല്ല, പക്ഷേ പ്രാക്ടിക്കൽ ഡയോഡിന് ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്തത്. ബാക്കി നാളെ കവർ ചെയ്യാം. ഗുഡ് ബൈ.